ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഈ കർക്കിടകത്തിൽ എല്ലാവരും കേൾക്കുന്ന കുറച്ച് വാക്കുകളാണ് കർക്കിടക ചികിത്സ, കർക്കിടക കഞ്ഞി, അതുപോലെ പത്തിലത്തോരൻ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പത്തിലത്തോരനെ പറ്റിയിട്ടാണ്. അപ്പോൾ പേര് പറയുന്നത് പോലെ പത്തിലത്തോരൻ എന്ന് പറഞ്ഞാൽ 10 ഇലകൾ കൊണ്ടുള്ള തോരൻ എന്നുള്ളത് തന്നെയാണ്. അപ്പം കർക്കിടകത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ദഹനത്തിനും കരത്തിനും പ്രതിരോധ ശക്തിക്കും ബോഡിനും ഡീടോക്സിഫൈ ചെയ്യാനെല്ലാം ഈ പത്തിലത്തോരനും കൂടെ നമുക്ക് ഡയറ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സഹായകരമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ 10 ഇല തോരൻ എന്ന് പറയുന്ന പോലെ 10 ഇലകൾ തന്നെ വേണമെന്നും ഇല്ല. കാരണം നമുക്ക് നമ്മുടെ ചുറ്റുപാടിലും കിട്ടുന്ന ഇലകൾ വെച്ചിട്ട് നമുക്ക് തോരനുണ്ടാക്കി നമ്മുടെ ഡയറ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 10 ഇല തോരനിൽ പൊതുവേ നമുക്ക് കുമ്പളത്തില, മത്തയില, തഴുതാമ, കൊഴുപ്പ, ചേനയില, താള്, ചീര, തകര, പിന്നെ ആനക്കൊടിത്തുവ, അതേപോലെ പയറില്ല, കോവയില്ല, ഇതൊക്കെയാണ് സാധാരണ വരുന്നത്. പക്ഷെ നമുക്കിതിൽ എല്ലാം പറയുന്നത് നമ്മുടെ വീട്ടിൽ കിട്ടണം എന്നില്ല. അപ്പം നമുക്ക് ഉള്ള ഇലകളുടെ ഒപ്പം നമുക്ക് ഇപ്പം നമ്മുടെ വീട്ടിൽ മൈസൂർ ചീര ഉണ്ടെങ്കിൽ മൈസൂർ ചീര, സാമ്പാർ ചീര, തകരയോ, അത് നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അപ്പം ആ ഇലകളുടെ കൂട്ടത്തിൽ 10 എണ്ണം തന്നെ ഇല്ലെങ്കിൽ പോലും ഉള്ള ഇലകൾ വെച്ചിട്ട് നമുക്ക് തോരനുണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പം തോരനുണ്ടായി കഴിക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് വയറിനൊക്കെ സുഖവും അതുപോലെ തന്നെ പ്രതിരോധ ശക്തി, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പം ഈ 10 ഇല തോരനെ പറ്റിയിട്ട് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് 10 ഇല തോരനാണെങ്കിൽ ഈ ഒരു കർക്കിടകത്തിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം നമ്മുടെ പരിസരത്ത് ഏറ്റവും വൃത്തിയുള്ള രീതിയിൽ എന്തെല്ലാം ഇലയുണ്ടോ, പയറില ഉണ്ടെങ്കിൽ പയറില മാത്രം മതി, അതല്ല കുമ്പളത്തില അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ, മത്തയില, ഏത് ഇലയാണെങ്കിലും കോമ്പിനേഷനായിട്ടോ അതല്ലെങ്കിൽ ഒറ്റ ഇലയായിട്ടോ നമുക്ക് നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഏത് വിധേന വേണമെങ്കിലും തോരൻ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.